ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തത് നമ്മുടെ ഒരു ഈദ് ഷോപ്പിംഗ് വ്ളോഗാണ്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഒരു ഈദ് ഷോപ്പിംഗ് വ്ളോഗ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ടൊന്ന് കണ്ടു നോക്കുക, കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് ഫസ്റ്റ് ഒരു ദിവസം ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ എനിക്ക് ഡ്രസ്സ് കിട്ടിയിട്ടില്ലേനു. അനിയത്തിക്കും മോക്കും മാത്രമേ എടുത്തിട്ടുണ്ടായിട്ടുള്ളൂ. പിന്നെ എനിക്ക് ഡ്രസ്സ് എടുക്കണം, പിന്നെ കുറച്ചധികം പണികളെല്ലാം ഉണ്ട്, പിന്നെ വേറെയും കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ ഇതാ പോകുന്ന വഴിക്ക് ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് തന്നെ ഒരു നമ്മുടെ സ്വന്തം ഒരു ഫാൻസി ഉണ്ട് കേട്ടോ. അപ്പോൾ അധികം ഇവിടെ നിന്നാണ് എന്തെങ്കിലും പെട്ടെന്ന് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിക്കല്. അപ്പം എൻ്റെ സൺസ്ക്രീനെല്ലാം തീർന്നു പോയിട്ടുണ്ടേനു. അങ്ങനെ ഒരു സൺസ്ക്രീൻ എടുത്ത് പിന്നെ മോക്ക് എന്തെങ്കിലും ഒരു ക്ലിപ്പ് പോലത്തെ സംഭവങ്ങളെല്ലാം വാങ്ങിക്കാമെന്ന് വിചാരിച്ച് തലയിൽ കുത്തുന്ന എന്തെങ്കിലും ഇത് വാങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ ഈ ഒരു ക്ലിപ്പെല്ലാം കണ്ടപ്പോൾ വിചാരിച്ച് ഇത് വാങ്ങാമെന്ന്. എൻ്റെ മോള് ഇതൊന്നും കുത്തേ ചെയ്യില്ല കേട്ടോ. പക്ഷെ ഇതെല്ലാം കാണുമ്പോൾ ഇങ്ങനെ വാങ്ങണമെന്ന് തോന്നിപ്പോകൂ. എന്ത് കളി കളിച്ചാലും ഇതൊന്നും കുത്തയില്ല കേട്ടോ. എന്നിട്ടും ഞാനൊരു കുറച്ചെല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സുറുമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സുറുമ ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ബസ്സിൻ്റെ ടൈമായപ്പോൾ ബസ്സിൽ കയറി. പിന്നെ അവിടുന്ന് ഫാൻസിൽ നിന്ന് വാങ്ങിച്ച സംഭവങ്ങൾ അവിടെ തന്നെയാണ് വെച്ചിട്ടുണ്ടായത് കേട്ടോ. പിന്നെ അതെല്ലാം എടുത്ത് ടൗണിൽ വെറുതെ കറങ്ങണ്ടേ, തിരിച്ചു വരുമ്പോൾ വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതെല്ലാം പാക്ക് ചെയ്തിട്ട് അവിടെ തന്നെ വെച്ചിട്ടുണ്ടേനു. പിന്നെ ഇതാ അപ്പോളോയിൽ ഒരു ടെസ്റ്റ് ചെയ്യാനുണ്ടേനു. അപ്പോൾ അങ്ങനെ അവിടെ പോയി പിന്നെ കുറച്ച് സമയം ഇങ്ങനെ സിറ്റി സെൻറ്ററിൽ ഇങ്ങനെ നോക്കിയിരുന്നേ. അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഇതാ ടൗണിലെത്തുമ്പോൾ തന്നെ ഏകദേശം കുറച്ച് ടൈം എടുത്തിന്. നട്ടുച്ചപ്പോൾ ഒരു വെയിലെത്താന്ന് കേട്ടോ ടൗണിലേക്ക് എത്തിയിട്ടുണ്ടായത്. അങ്ങനെ ഇതാ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് റിസൾട്ട് 2 മണിക്കൂർ ഡിലേ ആകുമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് തന്നെ ഗ്രീൻ സിക്ക് കയറിയിട്ടുണ്ടേനു. അങ്ങനെ ഇതാ ഇതുപോലത്തെ ഒരു ബക്കറ്റിന് കുറേ ആയി കേട്ടോ നോക്കുന്നത്, ഇങ്ങനെ മൂടിയുള്ളത്. നമ്മൾ ഇങ്ങനെ കിച്ചണിലെ ഫുഡ് വേസ്റ്റെല്ലാം ഉണ്ടാവുമല്ലോ, അതെല്ലാം ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അവിടെ മൂടിയില്ലാത്തതേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ജസ്റ്റ് ഇങ്ങനെ വെറുതെ തപ്പിത്തടഞ്ഞ് നടന്നിട്ടെല്ലാം ഇങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ മോളുടെ കാറിൻ്റെ ചാർജർ വേണേനു. അങ്ങനെ ചാർജർ വാങ്ങിക്കുന്ന ടൈമിൽ ഞാൻ എൻ്റെ ഫോണിൻ്റെ കേസും കുറച്ച് നോക്കി. പക്ഷെ എല്ലാം ഒരു സാധാരണ ടൈപ്പ്, അങ്ങനെ വാങ്ങിക്കണമെന്ന് തോന്നിയൊരു ടൈപ്പൊന്നും കാണാത്തതുകൊണ്ട് തന്നെ ഞാനൊന്നും എടുത്തിട്ടില്ല. പിന്നെ ചാർജറും വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ ഒരു ചൈനീസ് മേള കണ്ടപ്പോൾ അങ്ങോട്ടേക്ക് ഇറങ്ങി കേട്ടാ. ഒന്നും വാങ്ങിക്കാനൊന്നും ഇല്ലെങ്കിലും അവിടെ ഇങ്ങനെ കുറേ സാധനം ഇങ്ങനെ കുന്നുകൂടി ഇട്ട് കാണാൻ ഭയങ്കര രസമല്ലേ. കുട്ടികൾ ടോയ്സ് ആണെങ്കിലും ക്രോക്കറി ഐറ്റംസ് ആണെങ്കിലും എന്തായാലും കുറേ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ബൾക്കായിട്ട് കാണുമ്പോൾ നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്നിട്ട് ഇതുപോലത്തെ ചൈനീസ് മേള, ഈ ഫെയർ, ഇങ്ങനത്തെ സ്ഥലത്തോട്ട് വെറുതെ ഒന്നും വാങ്ങാനില്ലെങ്കിൽ ഇങ്ങനെ കറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേസ്റ്റ് ഇടുന്ന ഈ ഒരു ചെറിയ ബക്കറ്റ് ഉണ്ട്, അത് ഒരു ക്ലീനാക്കാൻ കുറച്ച് എടുങ്ങാറില്ല, അതുകൊണ്ട് ബക്കറ്റ് ടൈപ്പ് തന്നെ വേണമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഇവിടെ നിന്നും കിട്ടിയിട്ടുണ്ടായില്ല. പിന്നെ ഈ ഒരു ജഗ്ഗെല്ലാം കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. എല്ലാം പ്ലാസ്റ്റിക്കാണ് മൊത്തം, ഇതും എല്ലാം പ്ലാസ്റ്റിക്കാണ് കേട്ടോ. ഇതെല്ലാം ഓയിൽ ഒഴിക്കുന്ന ഒരു ബോട്ടിലുണ്ടല്ലോ, നല്ല രസമുണ്ട്. നല്ല ഓരോ ക്യൂട്ടായിട്ടുള്ള കുറേ സംഭവങ്ങൾ കാണുന്നുണ്ട് കേട്ടോ, പല ടൈപ്പും. നമുക്കിങ്ങനെ കാണുമ്പോൾ ഇതെല്ലാം ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടോ എന്ന് തോന്നിപ്പോകും. പിന്നെ ഈ ഒരു ബൗൾ കണ്ട നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. എല്ലാത്തിനും ഭയങ്കര റേറ്റും കുറവാണ്. ഈ ഒരു കാസറോൾ ആയാലും എന്തിനായാലും നല്ല റേറ്റ് കുറവാണ് കേട്ടോ. പിന്നെ ഈ ഒരു ചട്ടിയെല്ലാം കണ്ട ചെറുതിലിങ്ങനെ കളിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ചട്ടി പോലെല്ലാം തോന്നിപ്പോയി. പിന്നെ ഇതാ സ്റ്റീലിൻ്റെ ഐറ്റംസും പിന്നെ ഗ്ലാസിൻ്റെ ഐറ്റംസും അങ്ങനത്തെ പല ടൈപ്പും ഉണ്ടായിട്ടുണ്ടേനു. അങ്ങനെ ഇതാ ബക്കറ്റാണ് മെയിനായിട്ട് നോക്കിയത്. പിന്നെ ബക്കറ്റൊന്നും വിചാരിച്ച പോലത്തെ കിട്ടിയിട്ടുണ്ടായിട്ടില്ല. പിന്നെ നേരെ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് മോളുടെ ഒരു മരുന്ന് വാങ്ങിക്കാനുണ്ടേനു, അതും കൂടി വാങ്ങിച്ചിട്ട് വിചാരിച്ചു പിന്നെ ഡ്രസ്സ് നോക്കാൻ വേണ്ടി പോകാന്നേ. അങ്ങനെ ഇതാ കുറേ ഷോപ്പിൽ കയറി ഇറങ്ങിയിട്ടുണ്ടേനു. ഒരു ഡ്രസ്സും ഇഷ്ടപ്പെടുന്നില്ല. ലാസ്റ്റ് ഏതോ ഒരു ഷോപ്പിൽ ആദ്യമായിട്ട് കയറിയതാണ്. അവിടെ നിന്ന് ഒരു 3-4 ഡ്രസ്സ് കയ്യിൽ പിടിച്ചിട്ട് ട്രയൽ ചെയ്ത് നോക്കി. ഈ ഒരു ഗൗണും ഉണ്ടായി, ഇതിൻ്റെ കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. പിന്നെ വൈറ്റ് അങ്ങനെ ഇപ്പം എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തിട്ടില്ല. പിന്നെ ഈ ഒരു ഡ്രസ്സും കണ്ട, ഇതിൻ്റെ കളർ ഇഷ്ടമായിട്ടില്ലെങ്കിലും ഇതിൻ്റെ സ്ലീവും ആ ഒരു മോഡലും എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. എനിക്കിങ്ങനെ പ്രത്യേകിച്ച് വേറെ തന്നെ ഒരു സ്ലീവിലുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മെയിനായിട്ട് ഡ്രസ്സ് എടുക്കുമ്പം ഫസ്റ്റ് നോക്കാൻ അത് ആ ഡ്രസ്സിൻ്റെ സ്ലീവ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എടുത്ത ഡ്രസ്സ് കാണിക്കുന്നില്ല, അത് ഇൻഷാ അല്ലാഹ് ഈ വ്ളോഗിൽ കാണിക്കാം. അപ്പോൾ ഞങ്ങൾക്ക് ഏരിയ ഷോപ്പിൽ കുറേ ഓഫർ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഫാഷൻ മന്ത്ര എന്ന മറ്റു പറ്റുള്ള ഒരു ഷോപ്പിലാണ് കേട്ടോ കയറിയിട്ടുണ്ടായിന്. ആദ്യമായിട്ടാണ് ഇവിടുന്ന് ഇങ്ങനെ ഒരു ഷോപ്പ് ഉണ്ട് എന്ന് പറഞ്ഞതും ഈ ഒരു ഷോപ്പിൽ കയറിയിട്ട് ഡ്രസ്സ് എടുത്തതും. അപ്പോഴത്തേക്ക് തന്നെ 2 മണിക്കൂർ ആയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ റിസൾട്ടെല്ലാം വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇറങ്ങുമ്പോഴെല്ലാം ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി എന്താണെന്ന് മറന്നു പോയതെന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് കേട്ടോ ഇറങ്ങുന്നത്. ടൗണിൽ പോയി കഴിഞ്ഞിട്ട് വീട്ടിലെത്തി കഴിഞ്ഞാലായിരിക്കും ഇത് ചെയ്തിട്ടില്ലല്ലോ, അത് മറന്നുപോയല്ലോ എന്നെല്ലാം ചിന്തിക്കുക. അപ്പോൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ ബേക്കറി കണ്ടപ്പോൾ ഇങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നോമ്പായോണ്ടാന്ന് തോന്നുന്നു പല ടൈപ്പ് കടികളും ഉണ്ടായിട്ടുണ്ട്.
പല തരത്തിലും ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ കടികളൊന്നും ഇത്രമാത്രം കാണലില്ല. പിന്നെ എൻ്റെ ഡ്രസ്സിന് വേണ്ടിയിട്ട് ഷോള് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഈ ഒരു 2 ഷോളിന് ഏതെടുക്കണമെന്ന് ഇങ്ങനെ കുറേ ട്രയൽ ചെയ്ത് നോക്കിയിട്ട് ലാസ്റ്റ് ഒന്ന് എടുത്ത്. പിന്നെ ഈ ഒരു പിന്ന് കണ്ട ഹിജാബ് പിന്ന്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം വന്നിട്ട് ഇതിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നത്. നല്ല രസമുണ്ട്. ഞാൻ എൻ്റെ ഡ്രസ്സിന് ഏകദേശം മാച്ച് ഒരു കളർ എടുത്തിട്ട് എടുക്കണമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാണ്. പിന്നെ ജസ്റ്റ് ഇങ്ങനെ വലിക്കുമ്പോൾ തന്നെ മാഗ്നറ്റ് അല്ലേ, അതങ്ങ് ഊരിപ്പോകുന്നുണ്ട്. പിന്നെ എൻ്റെ മോളെല്ലാം തട്ടിയിട്ട് ഞാൻ എടുക്കുന്നതല്ലേ. അപ്പം എന്തായാലും എനിക്ക് വാങ്ങിയാൽ അത് വെർത്താവില്ലാന്ന് തോന്നിയിട്ട് അത് അവിടെ തന്നെ വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്നായിട്ട് കാണാണ്ടായി പോയിട്ടുണ്ടെങ്കിലോ, അതുകൊണ്ട് അവിടെ അങ്ങനെ വെച്ച്. പിന്നെ ഇതാ നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. പിന്നെ വീട്ടിൽ പോയിട്ട് ഉമ്മാനെയും അനിയത്തിനെല്ലാം കൂട്ടിയിട്ട് ഇനിയും ഒരു സ്ഥലത്തേക്കും കൂടി പോകാനുണ്ടായിരുന്നു. അങ്ങനെ പെരുന്നാളെല്ലാം ആവാനായതല്ലേ, കുറച്ച് സാധനങ്ങളെല്ലാം ഉമ്മാക്ക് വാങ്ങിക്കണേനോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിൻ്റെ കുറച്ച് അടുത്തുള്ള റിയൽ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ പോകാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഇതാ ഉമ്മാനോട് റെഡി ആയിട്ട് നിൽക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് ഫോൺ വിളിച്ചിട്ടുണ്ടേനു. അങ്ങനെ അവരെല്ലാം റെഡിയായി നിന്ന്. പിന്നെ അനിയത്തിയും മോളും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കെല്ലാം ഒരു രസമല്ലേ ഇങ്ങനെ നമ്മളെപ്പെങ്കിലും പുറത്തേക്കെല്ലാം പോകുമ്പോൾ കൂട്ടിയിട്ട് പോയാൽ. മോള് പിന്നെ ട്രോളിയിൽ ഇരിക്കണമെങ്കിൽ എന്തെങ്കിലും കയ്യിൽ കൊടുക്കണം കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു ചോക്ലേറ്റും കൊടുത്തിട്ട് അങ്ങനെ നൈസായിട്ട് ട്രോളിയിൽ ഇരുത്തിയിട്ടുണ്ട്. അങ്ങനെ ഇതാ കുറേ സംഭവങ്ങളിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. നോമ്പ് കഴിയാനായതല്ലേ, അപ്പോൾ പെരുന്നാൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും എല്ലാം വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതേനു. അങ്ങനെ കെച്ചപ്പെല്ലാം നോക്കി. പിന്നെ വെച്ച് കെച്ചപ്പൊന്നും മതി, എനിക്ക് വലിയ ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ ഈ ഒരു അമ്മൂസിൻ്റെ അരിപ്പൊടി കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വെറുതെ വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇതെൻ്റെ ഉപ്പാൻ്റെ അനിയൻ്റെ പൊടിയാണ്. പിന്നെ ഇതാ പോൺസിൻ്റെ ഫേവറേറ്റ് പൗഡറാണ് കേട്ടോ. ഇത് പോൺസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ കുട്ടിക്കൂറ വേണ്ട, പണ്ട് ഒരു കാലത്ത് ഓളമായിരുന്ന ഒരാളാണല്ലോ. അങ്ങനെ ഇങ്ങനെ കുറേ ഐറ്റംസ് എല്ലാം വെറുതെ ഇങ്ങനെ നോക്കി നോക്കി നടന്ന് ഉമ്മാക്ക് വേണ്ട സംഭവങ്ങളെല്ലാം അവിടെ നിന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. കുറേ പച്ചക്കറിയും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം. പിന്നെ മോളെ ഇങ്ങനെ ട്രോളിയിൽ ഇങ്ങനെ ഇരുത്തിയിട്ട് ഇങ്ങനെ ഒട്ടിക്കൊണ്ടിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര അലമ്പാന്ന്. എവിടെയെങ്കിലും ഒന്ന് സ്റ്റക്കായിട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ തുടങ്ങും. പിന്നെ വണ്ടിയെല്ലാം പോകുന്ന പോലെ ബായെല്ലാം പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഓഫറുള്ള ഐറ്റംസും എല്ലാം നോക്കി അങ്ങനെ ആവശ്യമുള്ളതെല്ലാം വാങ്ങിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും നോക്കുന്നില്ല കേട്ടോ. എനിക്കങ്ങനെ വാരി വലിച്ചെടുക്കുന്ന സ്വഭാവമൊന്നുമില്ല. എന്ത് ഡ്രസ്സായാലും എന്ത് സംഭവങ്ങളാണെങ്കിലും ഞാൻ ഒന്നല്ല 10 അല്ല 100 വട്ടം ആലോചിച്ചിട്ടേ എടുക്കും കേട്ടോ. അതെന്ത് സംഭവമായാലും അങ്ങനെയേ എടുക്കൂ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാലേ ഡ്രസ്സ് തന്നെ ഞാൻ എടുക്കലുള്ളൂ. അങ്ങനെ എന്തെങ്കിലും ഒരു ഡ്രസ്സ് എടുത്തിട്ട് വരണമല്ലോ എന്നുള്ള ഉദ്ദേശത്തിൽ അങ്ങനെ ഞാൻ ഡ്രസ്സൊന്നും എടുത്ത് വരത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഫസ്റ്റ് ദിവസം പോയപ്പോൾ എനിക്ക് ഒന്നും എടുക്കാൻ വേണ്ടി പറ്റാണ്ടെന്നത്. അങ്ങനെ ഡ്രസ്സ് അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഒരു പെരുന്നാളിൻ്റെ സമയത്ത് അധിക കളക്ഷൻസ് ഒന്നും കാണാണ്ടുന്നത്. എല്ലാം തീർന്നു പോയതാണോ എന്നറിയില്ല. ഇപ്പോൾ ലാസ്റ്റ് ഔട്ട് ആയില്ലേ, അതുകൊണ്ടാണോ എന്നറിയില്ല. പിന്നെ ഇതാ മോളിതാ 2 ഓറഞ്ചും കയ്യിൽ പിടിച്ചിട്ട് ബോള് എന്ന് പറഞ്ഞിട്ട് ഇറക്കുന്നുണ്ടായിട്ടില്ല കേട്ടോ. ബോള് എന്ന് പറഞ്ഞിട്ട് കയ്യിൽ തന്നെ പിടിച്ച് നടക്കുന്നുണ്ടേനു. ബോള് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ആ ഓറഞ്ച് വിടുന്നുണ്ടായിട്ടില്ല, എന്ത് കളി കളിച്ചിട്ടും വിടുന്നില്ലേനു. അങ്ങനെ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ അതെല്ലാം എടുത്തിട്ട് അതിൻ്റെ അകത്തേക്കൊന്ന് ഇട്ട് വെച്ചത്. പിന്നെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ബില്ലെല്ലാം അടിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടാണ് ഉണ്ടായത്. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ചാനൽ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എൻ്റെ കുറച്ച് വീഡിയോസെല്ലാം അധികം എൻ്റെ ചാനലിൻ്റെ പേര് സെർച്ച് ചെയ്തിട്ട് കുറച്ചൊരു 3-4 ആൾക്കാരെല്ലാം ചാനലിൻ്റെ പേര് സെർച്ച് ചെയ്തിട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ഇങ്ങനത്തെ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ കമൻറ്റും കൂടി ചെയ്യാട്ടോ. അപ്പോൾ ഇത് ഐസ്ക്രീമെല്ലാം കണ്ടപ്പോൾ വാങ്ങിക്കണം തന്നെ ഉണ്ടായിരുന്നു. പിന്നെ മൊക്കെല്ലാം തണുപ്പൊടിച്ചതായതുകൊണ്ട് അങ്ങനെ വാങ്ങിയിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ പിന്നെ നേരെ വീട്ടിലേക്ക് പോയിട്ടാണ് ഉണ്ടായത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.